അതിന്റെ അകത്ത് ഇവിടെ ഭണ്ഡാരി ബാബ കയ്യത്തങ്ങൾ ബാബാക്ക് ഭക്ഷണം വെച്ചു കൊടുത്ത കഞ്ഞി ഉണ്ടാക്കി കൊടുത്ത മഹാനുണ്ട്. അത് നമുക്കിപ്പോ അവിടെ പോകാൻ പറ്റൂല, അവിടെ ഇങ്ങനെ കെട്ടു വന്നിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ രംഗരേസി ബാബ ഹാജത്തങ്ങൾ ബാബക്ക് വസ്ത്രം നൽകി കൊടുത്ത മഹാനുണ്ട് അവിടെ. അതുപോലെ മറ്റേ ആനാസാഗറിന് വെള്ളം കോരി കൊടുത്തില്ലേ, ആ വെള്ളം കോരി കൊടുത്ത മഹാനുണ്ട് അവിടെ. ഇതൊരു വലിയ വേറെ, അത് ഹാജത്തങ്ങളുടെ ശിഷ്യന്മാരാണ് അവരെല്ലാവരും. അതുപോലെ തന്നെ ഇത് ഹാജത്തങ്ങൾ ബാബന്റെ നേരെ ശിഷ്യനല്ല, പക്ഷേ ഹാജത്തങ്ങളുടെ ആശിക്കായിട്ടുള്ള ഒരു വലിയ മഹാനാണ് ശക്കർ ബാബ എന്നറിയപ്പെടുന്നത്. ഈ മഹാൻ ഡൽഹിയിൽ താമസിച്ചിരുന്ന മഹാനാണ്. ഡൽഹി താമസിച്ചിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാല് വസിയത്ത് ചെയ്തു. വഫാത്തായപ്പോ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വസിയത്ത് ചെയ്തു, ഇരുന്നോളാൻ കബർമല്ലാത്ത സ്ഥലത്തിരുന്നോ. അങ്ങനെ വസിയത്ത് ചെയ്തു, മരിക്കണ സമയം കബർമ ഇരിക്കണ്ടാന്ന്. എന്നിട്ട് കബറിന്റെ ഇവര് മരിച്ചതിന് വഫാത്തായതിനു ശേഷം അവര് പറഞ്ഞു എന്നെ അജ്മീറിൽ കൊണ്ട് കബറടക്കണം എന്ന് പറഞ്ഞു. അജ്മീറിൽ കൊണ്ട് കബറടക്കണം എന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ പ്രത്യേകത തങ്ങന്മാരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിന്റെ ഉള്ളിൽ ഇവരുടെ കുടുംബക്കാരെ മാത്രമേ കബറടക്കം ചെയ്യുള്ളൂ. അങ്ങനെ അജ്മീറിന്റെ ദർഗയുടെ ദർബാറിന്റെ പുറത്തെത്തിയപ്പോ എന്ത് ചെയ്തു, ഇവിടെ അഭിപ്രായ വ്യത്യാസം വന്നു. കബറടക്കം ചെയ്യാൻ പറ്റൂലെന്നായി, ഇവിടെയൊക്കെ അകത്തേക്ക് കയറാൻ കേറ്റൂലെന്നായി. ഒരു കൂട്ടം ആൾക്കാർ കബറടക്കാന്നുള്ള രീതിയിൽ ഇവിടെ കബർ കുത്താനും തയ്യാറായ കബർ കുത്തിയെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നിട്ട് എന്ത് ചെയ്തില്ല, തീരുമാനമായില്ല. അപ്പൊ കബറിന്റെ മഹാനവറുകളുടെ ജനാസ ഡൽഹിയിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, അജ്മീറിന്റെ കവാടത്തിന്റെ അവിടെ കിണറിന്റെ അവിടെ വെച്ചു. കേറ്റാൻ പറ്റിയില്ല, തർക്കായപ്പോ. അങ്ങനെ മഹാനവറുകൾ എന്ത് ചെയ്തു, വഫാത്തായിട്ട് ജനാസയുമായി ഇവിടെ വന്ന മഹാൻ ആ സന്തോക്കിൽ നിന്ന് എഴുന്നേറ്റ് സ്വന്തമായിട്ട് നടന്നു വന്നിട്ട് എന്ത് ചെയ്ത് കബറി കൊണ്ട് കിടന്നു. അതാണ് ഹയാത്തുൽ ഔലിയ. മഹാനവറുകൾ എന്ത് ചെയ്തു, സ്വന്തമായിട്ട് ആ സന്തോക്കിൽ നിന്ന് മൂക്കിൽ പഞ്ചൊക്കെ മാറ്റി എഴുന്നേറ്റിട്ട് നടന്നു വന്നിട്ട് എന്ത് ചെയ്തു, ഇതിൽ വന്നിട്ട് സ്വന്തമായിട്ട് വന്ന് കിടന്നു. അങ്ങനെ കബറടക്കം ചെയ്തു. അതാണ് ഹയാത്തുൽ ഔലിയ. ജീവനോടുകൂടെ അവരെ കബറിലേക്ക് ആക്കി. കബറിൽ ആരും അടക്കിയതല്ല, അവരെന്നെ വന്ന് കിടന്നതാണ്. അതാണ് ശക്കർ ബാബ. ഇവിടുത്തെ ചെയ്യുന്നതെന്ന് പറയുന്നത് അവിടുത്തെ പഞ്ചസാരയാണ്. ഇതൊക്കെ ഹാജത്തങ്ങൾ ബാബന്റെ ശിഷ്യന്മാരാണ്. അപ്പൊ ഖാജന്റെ പവർ ഇതൊക്കെ ഖാജാന്റെ ശിഷ്യന്മാരാ, ഖാജയെ സ്നേഹിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പൊ അവരുടെ പവർ എങ്ങനെയാണ്? ഇപ്പൊ ഖാജന്റെ പവർ എന്തായിരിക്കും? ജീവനോടുകൂടെ അവിടെ ഒന്ന് കിടന്നു. ഖാജാന്റെ അടുത്ത് കിടക്കണം എന്നുള്ള ആഗ്രഹം, അത് തടഞ്ഞപ്പോ മഹാനവറുകൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ ഒന്നുകൂടെ ഒന്നാണ് കിടന്നു. അതാണ് ഹയാത്തുൽ ഔലിയ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്, ശക്കർ ബാബ. അവിടെയുള്ള ചീർണി എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. ആ പഞ്ചസാര നാക്കിന് കൊഞ്ഞിപ്പുള്ള കുട്ടികൾ, സംസാരിക്കാൻ കഴിയാത്തവർക്ക്, ബുദ്ധിമാന്ദ്യമുള്ളവർക്കൊക്കെ ഈ പഞ്ചസാര നേർച്ചയാക്കി എന്ത് ചെയ്യുന്നുണ്ട് അന്ന് മുതലേ. അതാണ് ഇവിടുത്തെ ഇതിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ പഞ്ചസാര നമുക്ക് ഇവിടുന്ന് എടുക്കാം, നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കഴിക്കുക കൊണ്ടുപോയൊക്കെ ചെയ്യാം. നമുക്കൊരു ഫാത്തിഹ ഓതി എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ദുആ ചെയ്തിട്ട് ഇവിടുന്ന് പോകട്ടോ. إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم وإلى الخير كلهم أجمعين، خصوصا إلى حضرة من نحن في حضرته الله أصحاب خواجة رضي الله عنهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا مولانا محمد. അള്ളാഹു അർഹമർ റഹീമീൻ ആയ റബ്ബി, ഞങ്ങൾ ഓതിയതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ സവാബിന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മറ്റ് മുഴുവൻ അംബിയ മുർസലീങ്ങൾ ബദരീങ്ങൾ സ്വഹാബത്ത് മഹാന്മാർ മശായിഖന്മാർ ഔലിയാക്കന്മാർ അസ്വാജ് സ്വഹാബി എല്ലാവരും ഹളറത്തിലേക്ക് എത്തിച്ചു റഹ്മാനെ. പ്രത്യേകിച്ച് ബഹുമാനമുള്ള ഖാജാ സുൽത്താൻ ഹിന്ദിന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ അല്ലാഹു. അതുപോലെ അവരുടെ ചുറ്റുവട്ടത്തും മറമട്ട് കിടക്കുന്ന ഒരുപാട് മഹാന്മാർ, അവരുടെ ശിഷ്യന്മാർ, ഖലീഫമാർ,
അള്ളാഹു വലിയ വലിയ മഹാന്മാർ അവരുടെ എല്ലാവരുടെ ഹദറാത്തിലേക്ക് ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ മഹാന്റെ അതുപോലെ പരിസരത്തുള്ള ഈ മഹാന്മാർക്ക് എല്ലാവരുടെ ഹദറാത്തിലേക്ക് എത്തിച്ചു റഹ്മാനെ. അള്ളാഹു ഇവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് റബ്ബേ ഞങ്ങളുടെ സിയാറത്തും ഞങ്ങളുടെ ദുആയും ഞങ്ങളുടെ ഉദ്ദേശങ്ങളെല്ലാം നീ കബൂലാക്കി തന്നെ റഹ്മാനെ. സന്തോഷത്തിലും സമാധാനത്തിലാക്കി തന്നെ റഹ്മാനെ. റബ്ബേ ഞങ്ങൾ രോഗങ്ങളില്ലാതെ ആഫിയത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കും റഹ്മാനെ. അള്ളാഹു രണ്ട് ലോകത്ത് ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾ ഭാര്യ സന്താനങ്ങൾക്കെല്ലാം റബ്ബേ മരണം വരെ ആഫിയത്ത് നൽകണേ റഹ്മാനെ. കിടന്നു പോകുന്ന രോഗങ്ങൾ, മാരക രോഗങ്ങൾ, അപകടങ്ങൾ, ആക്സിഡന്റുകൾ എല്ലാത്തൊട്ടും ഞങ്ങളെ ഞങ്ങളുടെ അഹ്ലുകാരെ കാത്തിരിച്ചിരിക്കുന്ന റഹ്മാനെ. ഈ മഹാന്മാരുടെ ഹക്ക് കൊണ്ട്, ബഹുമാനമുള്ള ഖാജാന്റെ ഹക്ക് കൊണ്ട് റബ്ബെ ഞങ്ങളുടെ അഹ്ലുകാരെ എല്ലാവരെയും റബ്ബെ അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, പെടുമരണങ്ങളെ തൊട്ട്, ദുർമരണങ്ങളെ തൊട്ട്, എല്ലാവിധ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് റബ്ബേ ഈ മസാറിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ഹക്ക് കൊണ്ട്, ബഹുമാനമുള്ള ഖാജാന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, ഈ സിയാറത്തിന്റെ ഹക്ക് കൊണ്ട് റബ്ബെ ഞങ്ങളെ തൊട്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളും ഞങ്ങളെ തൊട്ട്, ഞങ്ങളെ അഹ്ലുകാരെ തൊട്ടെല്ലാം നീ തട്ടി ദൂരത്താക്കണേ റഹ്മാനെ. ഒഴിവാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അഹ്ലുകാർ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കച്ചവടം, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ ബിസിനസ്സുകൾ, ഞങ്ങളുടെ ജോലികൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങൾക്ക് നീ നൽകിയ എല്ലാത്തിനും തൊട്ടുമുള്ള എല്ലാവിധ ആഫത്ത് മുസീബത്തുകളും റബ്ബെ ഖദന്റെ ബർക്കത്തോട് നീ ഒഴിവാക്കി തന്നെ റഹ്മാനെ. ഞങ്ങളെ തൊട്ട് നീ സലാമത്താക്കി തന്നെ റഹ്മാനെ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളുടെ യാത്ര, ഞങ്ങളുടെ ജീവിതം എല്ലാത്തിനും തൊട്ട് റബ്ബെ നീ സലാമത്ത് നൽകണ റഹ്മാനെ. മഹാന്മാരുടെ കാവലും ഗുരുത്വവും പൊരുത്തവും അവരുടെ തൗഫീഖ് ഞങ്ങൾക്ക് നൽകണ റഹ്മാനെ. അവരുടെയൊക്കെ ബർക്കത്തോട് റബ്ബെ ഞങ്ങളെ നീ സന്മാർഗികളും സച്ചരിതരുമാക്കണ റഹ്മാനെ. മഹാന്മാരുടെ ഗുരുത്വവും പൊരുത്തവും നേടി അല്ലാഹു ഖൽബ് പ്രകാശിച്ച് ഈമാനോടുകൂടി നിന്റെ ഹദ്റത്തിലേക്ക് വരുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനെ റബ്ബനാ തഖബ്ബൽ മിനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പഞ്ചസാര എല്ലാവർക്കും കിട്ടിയില്ലേ?